തലമുറയിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത ദൈവദാസന്മാർ, പ്രത്യേകിച്ചും ബഹുമാന്യനായ പാസ്റ്റർ കെ തോമസ് അവറുകൾ, പാസ്റ്റർ എം ജെ വർഗീസ്, പാസ്റ്റർ ഫിലിപ്പ് കുര്യാക്കോസ്, പാസ്റ്റർ എ ടി ജോർജ്, പാസ്റ്റർ ബി എസ് ജോൺസൺ, PYPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ സാം പനച്ചീൽ, എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും, പ്രിയ കുടുംബത്തിലെ ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ക്രിസ്തു യേശുവിൽ വളരെ വിനീതമായി ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. നമ്മുടെ കേട്ടതുപോലെ ദൈവത്തോട് കൂടെ നടന്ന ഒരു ചരിത്ര പുരുഷനാണ് ഹാനോക്ക്. ആ ഹാനോക്ക് മാത്രമല്ല, നമ്മുടെ ഹാനോക്കും ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്. നിങ്ങൾ ചോദിക്കുക അതെങ്ങനെ മനസ്സിലായെന്ന്. ഞങ്ങൾ ഹാനോക്കിനോട് കൂടെ നടന്നു. PYPയുടെ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പുകളിൽ ഞങ്ങൾ ഹാനോക്കിനോട് കൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഞങ്ങളെപ്പോലെ തന്നെ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്. ആമേൻ. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു യുവാവിനോട് ഒരുമിച്ച് ഒരു ജീവിതകാലം മുഴുവൻ നടക്കുക എന്നത് റേസിക്ക് കർത്താവ് നൽകിയ ഭാഗ്യമാണ്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയ ഹാനോക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് എന്ത് അവർക്കൊരു ആത്മീയ ചിന്ത കൊടുക്കണം എന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ദൈവപാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ 1-2 മനോഹരമായ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി വളരെ വേഗം നൽകി ഞാനിവിടെ നിർത്തും. ഏറ്റവും ബഹുമാന്യനായ പാസ്റ്റർ KM ജോസഫ് അവരുകൾ കഴിഞ്ഞ ദീർഘ പതിറ്റാണ്ടുകളായി നമ്മുടെ മധ്യേ അനുഗ്രഹീതമായ ശുശ്രൂഷ നൽകി അനേക കുടുംബങ്ങളെ ആത്മീയമായി ശക്തീകരിക്കുന്ന ആലോചനകൾ നൽകുന്ന ദൈവദാസൻ നമ്മോട് ആധികാരികമായിട്ട് സംസാരിക്കും. 78-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം അവർക്ക്, അഥവാ ദൈവം ഇസ്രായേൽ ജനത്തിന് തിന്നാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ഇംഗ്ലീഷിലെ പ്രയോഗം വളരെ മനോഹരമാണ്. He rained down manna for the people to eat. He gave them the grain of heaven. മരുഭൂയാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത മനോഹരമായ ഒരു ഭക്ഷണം, തേൻ കൂട്ടിയ ദോശ പോലുള്ള ഒരു ഭക്ഷണമാണ് മന്ന. മന്നയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന മനോഹരമായ 5 ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. മന്ന എന്നതൊരു എബ്രായ ശബ്ദമാണ്. ആ വാക്കിന്റെ അർത്ഥം വാട്ട് ഈസ് ഇറ്റ്, ഇത് എന്ത്, ഇതെന്താണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൂടെ 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 നമ്മൾ പറയുന്നൊരു പദപ്രയോഗമാണ്. നല്ല ഒന്നാന്തരം മീൻകറി അമ്മാമ്മ കൊണ്ടുപോയി വെച്ച് അച്ചാനും മുമ്പ് വെച്ചാലും പറയും, ഓ എന്താ വാടി ഇത്. അച്ചായൻ അമ്മാമ്മയെ സ്നേഹിച്ച് നല്ല ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു, നല്ലതാണ്, വിലയുള്ളതാണ് എങ്കിലും ചോദിക്കും, ഓ ഇതെന്തുവാ ഇത്. കൂടെ കൂടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാ, എന്തുവാ ഇത്, എന്തുവാ, വാട്ട് ഈസ് ഇറ്റ്, ഇതെന്താ. നമ്മുടെ മനോഭാവത്തിലല്ല ഇസ്രായേൽ ജനം ആ ചോദ്യം ചോദിച്ചത്. അവർ വിശന്നു പൊരിഞ്ഞ് മരുഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത തേൻ കുട്ടിയ ദോശ പോലുള്ള ആഹാരം കണ്ടിട്ട് അവർ പറഞ്ഞു, ഹാ ഇതെന്തോ, വാട്ട് ഈസ് ഇറ്റ്, ഇതെത്ര മനോഹരമായിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, 5 ചിന്തകൾ കുടുംബ ജീവിതത്തിലേക്ക്. ഒന്നാമതായിട്ട്, മന്ന ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ദാനമാണ് മന്ന. ഇസ്രായേൽ ജനം അവരുടെ യാത്രയിലെ ഏകദേശം 1 മാസം കഴിഞ്ഞ ഉടനെ അവർക്ക് ലഭിക്കുകയും കനാൻ ദേശത്തിൽ എത്തുന്ന ഇടം വരെ 40 ദീർഘവർഷങ്ങൾ അവർ കഴിച്ച മന്ന അത് ദൈവത്തിന്റെ ദാനമായിരുന്നു. ശ്രദ്ധിക്കണമേ, കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. ഫാമിലി ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. എന്താ ഈ ചിന്തയുടെ പ്രാധാന്യം എന്നറിയാമോ? കുറെ കൂടെ മുൻപോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. ഭർത്താവിന്റെ ജീവിതത്തിൽ, ഭാര്യയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വൈഷമ്യങ്ങൾ വരുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കരുത്. മറിച്ച് മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ഭർത്താവ് ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ ഭാര്യ ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉത്ബോധത്തിൽ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയും. ആധുനിക മനുഷ്യന്റെ ഒരു പ്രശ്നം, വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു വീട് കണ്ടാൽ മനസ്സിലൊരു വിഷമം, അയ്യോ എൻ്റെ വീട് ചെറുതാണല്ലോ. നല്ലൊരു വാഹനം കണ്ടാൽ മനസ്സിലൊരു വിഷമം, അയ്യോ എൻ്റെ വാഹനം അത് ചെറുതാണല്ലോ, അത് തുരുമ്പ് പിടിച്ചത് പഴയ മോഡലാണല്ലോ. ശ്രദ്ധിക്കണമേ, പല കുഞ്ഞുങ്ങൾക്കും അവരുടെ അച്ഛനമ്മമാരെ അവർക്കിഷ്ടമല്ല, അസംതൃപ്തരാണ്. അവർ പറയുന്ന കാര്യം, ഞങ്ങളുടെ പപ്പായും മമ്മി ഞങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് അല്ല, ഞങ്ങളുടെ സ്കൂളിലേക്ക് പേരൻസ് ഡേയിൽ അവർ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമില്ല. കൊച്ചു കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളാ.
എന്താ പ്രശ്നം? ദൈവം അവർക്ക് നൽകിയ കുടുംബം, അച്ഛൻ, അമ്മ, വീട്, ജോലി, ഇതിൽ അവർ സംതൃപ്തരല്ല. എല്ലാവരോടുമായി ദൈവത്തിന്റെ ദാസന്മാർ എന്നല്ല ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ജനിച്ച വീട്, നിങ്ങൾ വളർന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ അടിസ്ഥാനപരമായി ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർത്ത് എന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ശ്രദ്ധിക്കണമേ, മന്നയുടെ ആ ഒരു രണ്ടാമത്തെ ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മോട് വായിക്കുന്നത്, ഈച്ച് വൺ ഈസ് ടു ഗാദർ ആസ് മച്ച് ആസ് ഹി നീഡ്സ്. ഓരോരുത്തരും അവർക്ക് എത്ര ആവശ്യമുണ്ടോ അവരത് പെറുക്കി മന്ന എടുക്കണം. വായിക്കുന്നു, ടേക്ക് ആൻ ഓമർ ഫോർ ഈച്ച് പേഴ്സൺ യു ഹാവ് ഇൻ യുവർ ടെന്റ്. നിന്റെ കൂടാരത്തിലുള്ള വ്യക്തികളെ മനസ്സിലാക്കി ഓരോരുത്തൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുക്കണം. ശ്രദ്ധിക്കണമേ, കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല. അച്ഛൻ മാത്രം പണിയേണ്ട ഒന്നല്ല, അമ്മ മാത്രം കരിപ്പിടിപ്പിക്കുന്ന ഒന്നല്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഇതൊരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് ദൈവദാസന്മാർ നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവം പണിയുന്ന ആ വീട് അത് സൂക്ഷിക്കുവാൻ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ആ ബന്ധം അത് പരസ്പര കൂട്ട് ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. കുടുംബത്തിൽ, ടെന്റിൽ, ഇസ്രായേൽ ജനം പാർക്കുന്ന കൂടാരത്തിൽ പല പ്രായത്തിലുള്ളവർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാര്, അല്ലെങ്കിൽ പിതാവ്, മാതാവ്, കൊച്ചുമക്കൾ എല്ലാം ഉണ്ട്. എല്ലാവരെയും കരുതണം. ഒരു കൂട്ടായ ബന്ധം നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയ പൈതൃകം അതാണ്. ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നത് കൊണ്ട് അച്ഛനെയും അമ്മയും മറക്കുന്നില്ല. ഉത്തരവാദിത്വങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഇൻഡിവിജ്വൽ, വ്യക്തികൾക്കുള്ള ഒരു പ്രാധാന്യം. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബം ധന്യമാകുകയാണ്. ശ്രദ്ധിക്കണമേ, മന്നയുടെ മറ്റൊരു പ്രത്യേകത നാം വായിക്കുന്നത്, ഈച്ച് മോർണിംഗ് എവരി വൺ. ശ്രദ്ധിക്കണമേ, ഈച്ച് മോർണിംഗ് എവരി വൺ ഗാദർ ആസ് മച്ച് ആസ് ഹി നീഡഡ്. എല്ലാ പ്രഭാതത്തിലും ആ കുടുംബാംഗങ്ങൾ വന്ന് അത് ഈ മന്ന അത് പെറുക്കിയെടുക്കണം. കുടുംബജീവിതത്തിൽ ഏറ്റവും പരിപാവനമായ ഒരു തത്വമാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, പ്രഭാതത്തിൽ ജോലിക്ക് വേണ്ടി പുറപ്പെടുക, ഓരോ ദിവസവും പ്രഭാത പ്രാർത്ഥനയോടെ ആരംഭിക്കുക. വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം മുതൽ മുഴുവൻ പേജുകൾ വായിച്ചാൽ നമ്മുടെ പിതാക്കന്മാർ അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ദൗത്യങ്ങളിൽ, അവരുടെ ആരാധനയിൽ അതിരാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ട വളരെ മനോഹരമായ ഒരു ചിത്രം കാണുന്നു. ഭാരതത്തിന്റെ ആധ്യാത്മികമായ പൈതൃകവും അതാണ്. രാവിലെ എഴുന്നേറ്റ് കുളക്കടവിൽ അല്ലെങ്കിൽ തോട്ടിലോ പോയി കുളിച്ച് ആരംഭിക്കുന്ന ഒരു ദിനചര്യ. ഞാൻ കടത്തി പറയട്ടെ, അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ പാതപീഠത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന കുടുംബം വലിയ തിരമാലകൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തകർന്നു പോകത്തില്ല. കാരണം ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് മുഴങ്കാലുകളിൽ ആണ്. The family that prays together stays together. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അതൊന്നിച്ച് നിലനിൽക്കും. എല്ലാ പ്രഭാതത്തിലും ഇസ്രായേൽ ജനം അതിരാവിലെ എഴുന്നേറ്റ് അവർ പൊറുക്കിയെടുത്തതുപോലെ കർത്താവിന്റെ പാതപീഠത്തിൽ ആവശ്യമുള്ള നന്മകൾ പൊറുക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകും. മൂന്നാമത്തെ ചിന്ത ശ്രദ്ധിക്കണമേ, ഇവിടെ പറയുന്ന ഒരു വാക്ക്, അവർക്ക് ആവശ്യമുള്ളിടത്തോളം അവർ പെറുക്കിയെടുക്കണം. അതൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്റർ വരുന്ന ഒരു കണക്ക് അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചിലര് ഇത് മനോഹരമാണ്, ഇത് നന്നായിരിക്കുന്നു, ഇത് തേൻകുട്ടിയ ദോശ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് വാരിക്കൂട്ടി. പക്ഷെ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഏറെ പെറുക്കിയവനും കുറച്ചു പെറുക്കിയവനും അകത്ത് ചെന്നപ്പോൾ ഒരേ അളവായിരുന്നു എന്ന് പറഞ്ഞാൽ പുത്തൻ സംസ്കാരം ഒരു ആർത്തിയുടെ സംസ്കാരമാണ്, ഒരു പുതിയ ഉപഭോഗ സംസ്കാരമാണ്. കാണുന്നതെല്ലാം വലിച്ചു വാരി മേടിച്ച് വീട്ടിൽ ഉപയോഗമില്ലെങ്കിലും ഒരു ഈ കൺസ്യൂമറിസം, മേടിക്കുന്നത് ഒരു സുഖമായി മാറുന്ന ഒരു കാലഘട്ടം. ശ്രദ്ധിക്കണമേ, നമുക്ക് ആവശ്യമുള്ളത് മതി. പല വീടുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ തട്ടുമ്പുറത്തൊക്കെ നമ്മൾ മേടിച്ച് കൂട്ടിയിടും. ഒരു ആവശ്യവുമില്ല, വെറുതെ കൂട്ടിയിടും. ഒരു സാധുക്കൾക്ക് അത് കൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ജനം അവർ ഏറെ പണിപ്പെട്ട് ഒത്തിരി അധ്വാനിച്ച് അവർ പെറുക്കിയാലും അതൊന്നും നന്മയായി തീരത്തില്ല. ദൈവം ഒരളവ് നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടെ മറ്റൊരു തത്വം കൂടെ പറയുന്നു, കുടുംബ
കുടുംബജീവിതം ധന്യമായി തീരുവാൻ ശ്രദ്ധിക്കണമേ. ദൈവത്തോട് ഒരുമിച്ച് പണിയുന്ന, ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബജീവിതം അത് ധന്യമായി തീരുവാൻ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ആവശ്യമാണ്. എന്താ ഇന്നിന്റെ പ്രശ്നം? മനുഷ്യനെല്ലാം പരക്കം പായുക, രാത്രിയെ പകലാക്കുന്ന ഗ്ലോബലൈസേഷൻ സംസ്കാരം. നമുക്ക് പണം ഒത്തിരി കിട്ടുന്നുണ്ട്, രാത്രി പോയി ജോലി ചെയ്യുമ്പോൾ 20,000, 30,000, 50,000 നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആയുസ് കുറയുകയാണ്. ആക്രാന്തത്തിന്റെ, ആർത്തിയുടെ പുതിയ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറി. കർത്താവേ, നീ എനിക്ക് തരുന്നത് മതി. എല്ലാ ദിവസവും അതിന് നന്ദി പറഞ്ഞു അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതക്രമം നമുക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് അവരോട് പറഞ്ഞു, ആവശ്യത ഉള്ള അത്രമാത്രം നിങ്ങൾ കളക്ട് ചെയ്താൽ മതി. ഇനി മനോഹരമായ 5ാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ജനം ഈ തേൻ കൂട്ടിയ ദോശ പോലുള്ള രുചിയുള്ള ഈ മന്ന തിന്ന് കുറെ അങ്ങ് പോയപ്പോൾ അവർക്ക് അതിന്റെ സംതൃപ്തി കുറഞ്ഞു. എക്കണോമിക്സില് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കും തോറും രുചി കുറഞ്ഞുകൊണ്ടേയിരിക്കും. തുടർമാനമായിട്ട് എന്തുപയോഗിക്കുമോ അതിന്റെ സംതൃപ്തി കുറയും. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. പല കുടുംബങ്ങളിലും ഇതാണ് പ്രശ്നം. വിവാഹ നാളിൽ എന്തൊരു സന്തോഷമായിരുന്നു. വിവാഹം നടന്ന തീയതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി വളരെ സുന്ദരമായിട്ട് ആ ഒരു വിവാഹ ഹാളിലേക്ക് ചെന്ന് കൈപിടിച്ച് എത്ര പേർ. ആദ്യത്തെ ദിവസം എന്താ വിളിച്ചത്? പൊന്നെ, തങ്കമേ എന്നൊക്കെ വിളിച്ചു. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടായി, വൈഷമ്യങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി. ഇപ്പോൾ പറയുന്നത് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഈ ജീവിതം വേണ്ട. അമേരിക്ക മുതൽ കേരളത്തിന്റെ ഈ മൂല വരെ കുടുംബ കോടതികളില് കേസുകൾ വർദ്ധിച്ചു കിടക്കുമ്പോൾ ഇന്ന് പകൽ ദൈവദാസന്മാർ നിങ്ങളോട് സ്നേഹപൂർവ്വമായി വിളിച്ചു പറയുന്നു, കൂടെ താമസിച്ച് കുറെ നാൾ മുൻപോട്ട് പോകുമ്പോൾ സംതൃപ്തി കുറയേണ്ടതൊന്നല്ല കുടുംബജീവിതം. ആമേൻ. ഒരുമിച്ച് എത്ര നാൾ മുൻപോട്ട് പോകുന്നോ അത്രയും സ്നേഹം വർദ്ധിക്കണം, അത്രയും കരുതൽ വർദ്ധിക്കണം. അവർ പുറപ്പെട്ട നാളിൽ മനോഹരമായ മന്ന അവർക്ക് ലഭിച്ചു. കുറെ നാൾ കഴിഞ്ഞ് പറയാ, എപ്പോഴും ഈ മന്ന മാത്രമാണ് ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ. ആര് ഞങ്ങൾക്ക് ഇറച്ചിരു? ഞങ്ങൾ ഓർക്കുന്നു അങ്ങ് മിസ്രൈമിൽ എത്ര വലിയ ആഹാരം, അവിടെ ചുവന്നുള്ളി, ചുറ്റുള്ളി, എന്തൊക്കെ ആഹാരം ഉണ്ടായിരുന്നത് എന്നോർത്ത് അവർ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണമേ, എല്ലാവരോടുമായി വളരെ ഗൗരവമായി ദൈവദാസന്മാർ ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ടെലിവിഷന്റെ മുൻപിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയേക്കാൾ, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ളവർ ടെലിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാൾ സൗന്ദര്യമുള്ളവർ കണ്ടെന്ന് വരാം. പക്ഷേ ഓർക്കണം, ദൈവം എനിക്ക് തന്ന ഭാര്യ എന്റെ ഭാര്യയാണ്, ദൈവം എനിക്ക് തന്ന ഭർത്താവ് എന്റെ ഭർത്താവാണ്. ഒരുപക്ഷെ പൊക്കം കൂടിയേക്കാം, പൊക്കം കുറഞ്ഞേക്കാം, മുടി ചുരുളൻ മുടിയായിരിക്കാം. പക്ഷേ എന്താണെങ്കിലും ദൈവത്തിന്റെ ദാനമാണ് എന്നോർത്ത് ഓരോ ദിവസവും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. അടുത്തയിടെ നമ്മുടെ ഈ കേരളത്തിന്റെ മധ്യതാങ്കൂറിൽ നടന്ന ഒരു കുടുംബം, ഒരു വിവാഹം. 2ാം ദിവസം രാത്രി വൈകുന്നേരമായപ്പോൾ പെൺകുട്ടിയുടെ മാതാവ് വിളിക്കുന്നു, പാസ്റ്ററേ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ദേവദാസന്മാര് അടുത്ത ദിവസം തന്നെ അവിടെ ചെന്നപ്പോൾ നിസ്സാരമായ പ്രശ്നം, എന്തോ പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, ഈ സഹോദരൻ എന്തോ ഒരു ചെറിയ വാക്ക് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ ഈ ചെറുകൻ ഭർത്താവ് പറയാ, നീ കൂടുതലൊന്നും പറയണ്ട, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവള് എന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. ഇസ്രായേൽ അതാ പറഞ്ഞേ, ഈ മന്നയേക്കാൾ അപ്പുറത്തെ കൊത്തമ്പാൽ, അപ്പുറത്തെ ചുറ്റുള്ളി, ചൂന്നുള്ളിയെ നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഉള്ള ദൈവം നൽകിയ നന്മയെ മറ്റു പലതുമായിട്ട് കമ്പയർ ചെയ്ത് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുക. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെവിടെ നിർത്തണം. ഇതറിയാമോ? ദൈവം ദാനമായി നൽകിയതാ മന്ന. ആമേൻ. ഒരുമിച്ച് ജീവിക്കുവാൻ, ഒരുമിച്ച് ദാനമായി, ഒരുമിച്ച് നിത്യത വരെ, ആമേൻ, ഒരു മരണം വരെ തുടരുന്ന ഒരു പിരിയ ബന്ധത്തിലേക്ക് നിങ്ങൾ കൈപിടിക്കുമ്പോൾ ഓർക്കുക, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ മനോഹരമായ ഈ കറുത്ത മുടി ഒരുപക്ഷെ അത് വെളുത്ത മുടിയായി മാറി എന്ന് വരാം. മനോഹരമായ ശരീരം ഇത് ചുക്കിച്ചുളിഞ്ഞെന്ന് വരാം. പക്ഷേ ഈ ബന്ധം ഈ ഭൂമിയിൽ എത്ര നാൾ ദൈവം ആയുസ് തരുന്നോ അത്രയും നാള് കാത്തു സൂക്ഷിക്കേണ്ട ഒരു പരിപാവനമായ ബന്ധമാണ്. ശ്രദ്ധിക്കണമേ, നമുക്കെല്ലാവർക്കും ദൈവം മന്ന ദാനമായി നൽകുന്നു. നാം അതാത് ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അത് അനുഭവിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകുക. ഒരുപാട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്
കുടുംബജീവിതം ധന്യമാകണമെന്നില്ല. ഒരുപാട് നല്ല ജോലി കിട്ടിയത് കൊണ്ടായില്ല. ഒരുപക്ഷെ നിങ്ങൾ പുതിയ ഒരു മോഡൽ കാർ നിങ്ങൾ മേടിച്ചത് കൊണ്ടായില്ല. ദൈവത്താൽ പണിയപ്പെടുക. ആമേൻ. മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് വീടുകൾ പണിയുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് ഭവനം പണിയപ്പെടുന്നു. നിങ്ങൾക്ക് കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും പെന്റിക്കോസ്റ്റൽ യങ് പീപ്പിൾസ് അസോസിയേഷന്റെ കോട്ടയം മേഖല പ്രസിഡന്റാണ് പ്രിയ ഹാനോക്ക്. തന്നിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരു കരുത്തുറ്റ അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവ സഹോദരൻ, ഈ തലമുറയിൽ ദൈവത്തോടൊരുമിച്ച് നടക്കുന്നവൻ. സ്റ്റേറ്റ് PYPക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അനുമോദനങ്ങൾ നേരുന്നു. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, സഭാജനങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ നിർത്തുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവ് വിവാഹിതരാകുവാൻ തക്കവണ്ണം അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. ഈ ദിവസത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു. ഹാനോക്കിന് വേണ്ടി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ, തൻ്റെ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റേഷിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പകലെയും കർത്താവെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബജീവിതം ധന്യമായി തീരുവാൻ തക്കവണ്ണം അവരെ തമ്മിൽ യോജിപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവരെ ഉടമ്പടി ചൊല്ലി കർത്താവെ തമ്മിൽ യോജിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് വിലപ്പെട്ട നിന്റെ ദാസിനെ ഞങ്ങളുടെ മധ്യേ അയച്ചു. കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് നിന്റെ ദാസിനെ ശക്തീകരിക്കുമാറാകണമേ. ആലോചനകൾ കർത്താവെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അവർ തമ്മിൽ കർത്താവെ ഉഭയസമ്മതം ചെയ്ത് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ ദാസനിൽ കൂടെ ആ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആലോചനകൾ തന്ന കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിന്റെ ധന്യതയെക്കുറിച്ച് പറയുവാനും കർത്താവെ കുടുംബജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാളിച്ചകൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയമുള്ള കുടുംബങ്ങളായി ദിനംതോറും മന്ന ഭക്ഷിക്കുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഏവരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകണമേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കായിട്ടും കൂടി വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ ഇരിക്കട്ടെ. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. മണവാളൻ, ആത്മമണവാളൻ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ള വാഞ്ചയോടെ ആത്മമണവാട്ടിയായി തീരുവാൻ എല്ലാവർക്കും ഒരുക്കം തികച്ചെടുക്കുവാൻ ഇടയാക്കണം. ആർക്കെങ്കിലും ആ കാഴ്ചപ്പാടില്ലാതെ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ക്രിസ്തുവാകുന്ന ആത്മമണവാളന് വേണ്ടി കാന്തയായി തീരുവാൻ ഏവർക്കും സംഗതി വരുത്തുമാറാകണം. തിരുനാമം മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയും വിനയവുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഇന്ന് പ്രിയ ഹാനോക്കിന്റെയും റേസിയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാൻ ഇടയാക്കിയതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. വേളൂർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ജനിച്ച സ്ഥലമാണ്. പാണമ്പടി പള്ളി മുതൽ ഇവിടെയുള്ള അനേക കുടുംബങ്ങൾ മാതാവിനോട് ബന്ധമുള്ള കുടുംബങ്ങളാണ്. എനിക്കിവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നതെങ്കിലും ചെറുപ്പകാലം മുതൽ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളും പരിചയപ്പെട്ട ആളുകളുമാണ്. കർത്താവിന് സ്തോത്രം. ശിഷ്യാപ്രിയ റേസി വടവാതൂർ നിന്നാണ്. കർത്താവിന് സ്തോത്രം. അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സജി, ഇപ്പോൾ നമ്മോട് സംസാരിച്ച പാസ്റ്റർ VP ഫിലിപ്പ് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ യൂത്തിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു വലിയ തിയോളജിയനാണ്, എഴുത്തുകാരനാണ്. ദൈവകൃപയാൽ ഇന്ത്യൻ പെന്തക്കോസ്തിന് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് താൻ. അതുപോലെ തന്നെ സാം പനച്ചി, അതുപോലെ സാംകുട്ടി ചിറ്റാർ, അവർ PIPയുടെ ആൾക്കാരാണ്. പ്രിയ ഹാനോക്ക് ഇവിടെ ഈ യൂത്തിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയാണല്ലോ. K. തോമസ് കോട്ടയം IPCയുടെ സൗത്ത് സെന്ററിന്റെ പാസ്റ്ററാണ്. പാസ്റ്റർ ജോൺസൺ അവറുകൾ, മറ്റ് കർത്തൃദാസന്മാർ എല്ലാവർക്കായും സ്തോത്രം. മിഷണറിമാർ കേരളത്തിൽ വന്ന ശേഷമാണ്
ഈ പുൾപിറ്റിൽ പ്രസംഗം തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രസംഗം ഇല്ല. എന്നാൽ മിഷണറിമാർ വന്ന ശേഷം, നവീകരണമുണ്ടായ ശേഷം, ബൈബിൾ വായിക്കാൻ തുടങ്ങിയ ശേഷം സഭകളിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഈ വിവാഹത്തിൽ എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. നമുക്കറിയപ്പെടാൻ മേലാത്ത ഭാഷകളിൽ വിവാഹം നടന്ന കാലങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ വിവാഹം നടത്താൻ പാടില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് നിയമം കൊണ്ടുവരും. പ്രത്യേകാൽ ശാരീരികമായ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിലേ വിവാഹം നടത്താവൂ എന്നുള്ളതിനെ കുറിച്ച് വളരെ ആഴമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് അത് പാസ്സാക്കുമെന്നാണ് എൻ്റെ അറിവ്. വേറൊന്ന്, ഈ വിവാഹിതരാകുന്ന സ്ത്രീയും പുരുഷനും കൗൺസിലിംഗ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ്. കത്തോലിക്ക സഭയ്ക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഒരാഴ്ച ഇവിടെ രണ്ടുപേരും ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയി ആലോചന പഠിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മെന്റൽ ഫിറ്റ്നസ് രണ്ടും വേണം. രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്ന രണ്ടുപേര് യോജിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. ദൈവം യോജിപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. സ്വർഗത്തിലായിരുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. ദൈവം തമ്പുരാൻ ഒന്നാമത് നടത്തിയ കല്യാണമാണല്ലോ ഹവ്വായുടെയും ആദാമിന്റെയും കല്യാണം. ആ കല്യാണം കുറച്ചു കഴിഞ്ഞപ്പോൾ തകിടം മറിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ സാത്താൻ ഹവ്വായെ ചതിച്ചു. കാരണം ദൈവം മനുഷ്യന് കൊടുത്ത ഇച്ഛാശക്തി അവൻ തെറ്റായി ഉപയോഗിച്ചെന്നുള്ളതാണ്. നമുക്കൊരു ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കല്യാണം മറിച്ചെങ്കിൽ ഇന്നത്തെ കല്യാണവും തകിടം മറിക്കുന്ന പിശാച് ഇപ്പോഴും ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കരുതെന്ന് പൗലൂസ് പറയുകയാണ്. അപ്പൊ ഏദൻ തോട്ടത്തിൽ അന്ന് നടന്ന പുള്ളി ഇന്നും ഉണ്ട്. അപ്പൊ പുള്ളിക്ക് വേലി കെട്ടിയെടുത്ത് കയറുകയല്ലെന്നേ ഉള്ളൂ, അല്ലാത്തതെല്ലാം കയറും. ഇയ്യോബിന്റെ വീടിന്റെ അടുക്കൽ തകർക്കാൻ ചെന്നപ്പോൾ അവിടെ വേലി കെട്ടിയത് കണ്ടുകൊണ്ട് സാത്താൻ പോയി ദൈവത്തോട് പറഞ്ഞു, ഇവന്റെ വേലി പൊളിക്കാവേ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയ്യോബിനെ തൊട്ട കഥ ബൈബിളിലുണ്ട്. അപ്പൊ ഇതിന് ചുറ്റും ഒരു വേലിക്കെട്ടിനകത്ത് നിന്നില്ലെങ്കിൽ ഈ കുടുംബജീവിതത്തെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയും. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ടെക്നിക്കൽ ആയ ഒരു വിപ്ലവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, മൊബൈൽ, വെബ്സൈറ്റ്, ഇന്റർനെറ്റ്, ഇത് മൂന്നും നമുക്ക് പരിചയമില്ലാത്ത വസ്തുക്കളായിരുന്നാൽ ഭൂഗോളം മുഴുവൻ ഇന്ന് ഗ്ലോബ് ഒരു മനുഷ്യന്റെ കയ്യിലായി. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ആരോടും സംസാരിക്കാം. കുടുംബത്തിന്റെ രഹസ്യങ്ങൾ, പ്രൈവസി തന്നെ മാറിപ്പോയി. ഓരോ ദിവസവും കഥകളതാണ്. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. കഴിഞ്ഞ ദിവസം മാർത്തോമ കോളേജിൽ അവിടെ പ്രസംഗിക്കാൻ വന്നത് പോലീസ് സിറ്റി കമ്മീഷണർ മനോജ് എബ്രഹാമാണ് അവിടെ പ്രസംഗിക്കാൻ വന്നത് കോളേജ് വിദ്യാർത്ഥികളോട്. അവർ പറഞ്ഞു, ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം ചില്ലറയൊന്നുമല്ല. ഓരോ 8 മണിക്കൂറിലും ഒരു യുവാവും ഒരു യുവതിയും കേരളത്തിൽ ഡിസപ്പിയർ ചെയ്യുന്നു. ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകം, ലൈംഗിക ഭീഷണി, ഇതിന്റെ ലിസ്റ്റ് അദ്ദേഹം അവിടെ വായിച്ചു. അവസാനം മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, യുവാക്കൾ ശ്രദ്ധിച്ചോണം, ഇതിൽ കൂടിയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പോലീസ് സിറ്റി കമ്മീഷണർ പറഞ്ഞ കഥയാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഈ തലമുറ
നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന ഒന്നല്ല. വളരെയധികം നമ്മൾ ഉയർന്നു. എന്നാൽ തകർച്ചയുടെ വക്കിലേക്ക് വരാൻ അധിക സമയം വേണ്ട. അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ മാതാപിതാക്കൾ ആലോചിച്ചൊരു കല്യാണം നടക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് നടന്നു പോകുന്നു, നല്ല കാര്യം. പക്ഷെ ഇതിനെല്ലാം പരിഹാരം എന്താണ്? ഞാനിവിടെ ദീർഘമായിട്ട് പ്രസംഗിക്കാനായിട്ട് പോകുന്നില്ല. കുടുംബജീവിതം സന്തോഷമായി പോകണമെന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യൻ സ്വയമായി അത് ശ്രമിച്ച സാധ്യമല്ല. ദൈവത്തിന്റെ മൂന്നാമനായ ദൈവം കൂടെ ഈ ചരടിനകത്ത് വന്നെങ്കിലേ ഇത് ശരിയാവും. കാനാവിലെ കല്യാണം ഒരത്ഭുതമായിരുന്നു. കാനാവിലെ കല്യാണം ഒരടയാളമായിരുന്നു. കാനാവിലെ കല്യാണം അനേകർ വിശ്വസിക്കാൻ ഇടയായ കാര്യമായിരുന്നു. ഹനോക്കിന്റെയും റെയ്സിയുടെയും വിവാഹം അനേകർ ദൈവത്തെ വിശ്വസിപ്പാൻ കാരണമാകണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ മിറക്കിൾ. അതൊരു അത്ഭുതമായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതൊരടയാളമായി തീരണം. കർത്താവായ യേശു കാനാവിലെ കല്യാണത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ഷോർട്ടേജ്, അവരുടെ പോരായ്മ മാറ്റിക്കൊടുത്തു. ദൈവം തമ്പുരാൻ, പിതാവായ ദൈവം ആദ്യം അത്ഭുതം ചെയ്തത് ഒരു വിവാഹത്തിലാണ്. ആദാമിന്റെയും ഹവ്വായുടെയും വിവാഹം ഭൂമിയിൽ വെച്ച് വാരിയലെടുത്ത സ്ത്രീയാക്കി. പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ ആദ്യം അടയാളം, അത്ഭുതം നടത്തിയത് ഒരു വിവാഹത്തിൽ വെച്ചാണ്. അപ്പൊ അതിനൊക്കെ ഒരു വളരെ അർത്ഥമുണ്ട്. അപ്പൊ ദൈവം ഇതിൽ, കർത്താവ് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം മാന്യമായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അത് ദൈവിക പ്ലാനാണ്. അത് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യമാണ് ഈ കുടുംബം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതിന് തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വിവാഹ ജീവിതത്തിൽ മൂന്നാമനായ ദൈവം വരണം. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന നിങ്ങൾ, നാം എല്ലാവരും വിവിധ സഭകളിലും സമുദായങ്ങളിലും ആരാധിക്കുന്നവരും ഒക്കെയാണെങ്കിലും ക്രൈസ്തവ ലോകത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ അംഗസംഖ്യ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫാമിലി പ്ലാനിങ് ഏറ്റവും കൂടുതൽ ഏറ്റത് ക്രിസ്ത്യാനികൾക്കാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികൾ രണ്ടാമതും മുസ്ലിമുകൾ മൂന്നാമതുമായിരുന്നെന്നാൽ ക്രിസ്ത്യാനി ഇന്ന് രണ്ടാമതായി, മൂന്നാമതായി. ഒരു സമുദായം 2.5% വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഒരു വർഷം 2.5% വർദ്ധിക്കുന്നില്ലെങ്കിൽ 70 കൊല്ലം കഴിയുമ്പോൾ ആ കമ്മ്യൂണിറ്റി വൈപ്ഡ് ഔട്ട് ചെയ്തു ഭൂമി കാണുകയില്ല. അപ്പോൾ ഇതൊന്നും ആരും കണക്കാക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ സിദ്ധാന്തങ്ങളെ എല്ലാം മറന്നാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സുഖം, ഞാനും എൻ്റെ ഭാര്യയും, നമ്മൾ നമുക്ക് അരയെന്നുള്ള മട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒന്നും കൂടെ വേണമെന്ന് നിർബന്ധമില്ല. ദൈവം ഉദ്ദേശിച്ചതല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു വലിയ വാഴ്ച ആസ്ട്രേലിയയിൽ ബർത്ത് റേറ്റ് നില്ലാണ്, ഇല്ല. അമേരിക്ക, കാനഡ, ഇന്ത്യയുടെ 5 ഇരട്ടി വലിപ്പമുള്ള 2 രാജ്യങ്ങളിൽ മനുഷ്യരില്ല, മാൻ പവർ ഇല്ല. ഇന്ത്യക്ക് മാൻ പവർ ഉണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് നിലനിൽപ്പ്. ഇത് ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ച് പറയുകയാണ്. നമ്മളിന്ന് പോകുന്നത് ദൈവിക പ്രമാണങ്ങളിൽ കൂടിയല്ല. അതിന്റെ റിസൾട്ട് കുറെ കഴിയുമ്പോൾ അറിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, 2.5% ഇൻക്രീസ് ഇല്ലെങ്കിൽ 70 കൊല്ലം കൊണ്ട് ഒരു സൊസൈറ്റി ഇല്ലാതെയായി പോകും. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ 2 കാര്യം മാത്രം പറയാം. ഒന്ന്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്ക്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് വിവേകത്തോടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് ദൈവത്തിന് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഒരു വണ്ടി, കാറ്, 5 ഗിയറുള്ള വണ്ടി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്നാ? അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു ഗിയറിൽ വണ്ടി ഓടിക്കാൻ ഒക്കിയില്ല. ഒരു കയറ്റം കയറുമ്പോൾ
ടോപ്പ് ഗിയറിൽ വന്ന വണ്ടി ഫസ്റ്റിലേക്ക് മാറ്റിയെങ്കിലേ അത് കയറുള്ളൂ. ഞങ്ങളുടെ കുടുംബക്കാരും ഗിയർ മാറുന്നവരല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷമുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ വണ്ടി കയറുകയില്ല. ഗിയർ മാറാൻ പഠിക്കാത്ത ഒരുത്തനും കുടുംബജീവിതത്തിൽ പോകാൻ ഒക്കുകയില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് പോലീസ്, അതായത് ഈ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കുന്ന പോലെ നടക്കുന്ന ഭർത്താവും ഒന്നും കുടുംബജീവിതത്തിൽ പറ്റിയാൽ അഡ്ജസ്റ്റ്മെന്റ് വേണം. വഴങ്ങിക്കൊടുക്കേണ്ടടുത്ത് വഴങ്ങിക്കൊടുക്കണം. ചില മാറ്റങ്ങൾ വരണേ വേറൊരു ഗിയറിലേക്ക് വണ്ടി ഇടണം. ഒരേ ഗിയറിൽ വണ്ടി ഓടിക്കാൻ എങ്ങനെ സാധിക്കും? യാന്ത്രിക ലോകത്തിൽ സാധ്യമല്ല, പ്രകൃതിയിൽ അത് സാധ്യമല്ല. ഇത് ചിലരെങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ഗിയറിലെ വണ്ടി ഓടിക്കൂ. അതുകൊണ്ട് അത് ഒടിഞ്ഞു പറഞ്ഞ് താഴെ പോകുകയല്ലാണ്ട് ഒരിക്കലും ഗുണം വരികയില്ല. സോ ലെറ്റ് us adjust. ജോൺ കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞ ആദ്യത്തെ വാക്കിതാണ്, ലെറ്റ് us adjust to the changes and let us stand to the unchanges. മാറ്റങ്ങളോടുകൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, മാറ്റമില്ലാത്തതിനോടുകൂടെ സ്ഥായിയായി നിൽക്കുക. ഇതൊരു മാറ്റമില്ല. ചില ആളുകളെ സംബന്ധിച്ച് മർക്കട മുഷ്ടിയല്ലാതെ ഒന്നുമില്ല. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം, സ്ത്രീജനം ബലഹീന പാത്രമാണ് എന്ന് എഴുതിയിരിക്കുന്നതിന് കാരണം ശരീരപ്രകൃതി പുരുഷന്റെ ശരീരമല്ല, സ്ത്രീയുടെ ശരീരം. പുരുഷന് 80 വയസ്സ് വരെ ഇനർജറ്റിക് എന്നാണ്. പുരുഷന് കൂടുതൽ ശക്തി കൂടുതലുണ്ട്. ഒരു സ്ത്രീക്ക് 50 വയസ്സ് വരെ ഉള്ളു നിയമപരമായി ശാരീരിക ശേഷി. അത് അവരുടെ വീക്ക്നെസ് നമ്മൾ അറിയണം. അവരുടെ ശരീരത്തിന്റെ വീക്ക്നെസ് പലതും നമ്മൾ അറിയണം. രണ്ടാമത്, ഇടപെടലുകളിൽ പല കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. വേറൊന്ന് അറ്റ്മോസ്ഫിയർ ആണ്. വീട്ടിൽ ഗ്ലാസിനകത്ത് വളർത്തുന്ന മീന് നല്ല സ്വർണ്ണമീൻ കിടന്ന് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നപ്പോൾ കൊച്ചുമകൻ പറഞ്ഞു, അപ്പച്ചാ എനിക്ക് ആ മീനിനെ ഒന്ന് പിടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൻ മകനെ സന്തോഷിപ്പിക്കാൻ ആ സ്വർണ്ണ മീനിനെ പിടിച്ചു കൊടുത്തു. അവൻ അതിനെ ഒരു പുതപ്പിച്ച് തലവണക്കീഴെ കൊണ്ട വെച്ചു. മീൻ ചത്തുപോയി. അപ്പൊ കൊച്ചന്റെ ചിന്ത ഇതാണ്, ഈ മീനിന് തണുക്കുമല്ലോ എന്നാണ്. അതിനവന് ചെയ്തതാണ്. പക്ഷേ മീനിന് പുതപ്പിന്റെ കീഴെ വളരുകയില്ല, മീൻ വെള്ളത്തിലേ വളരുകയുള്ളൂ. അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ഒന്നും വളരുകയില്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഈ ഭാര്യ ഉണ്ടാക്കിയ ചായയും ഈ ഫുഡിനൊക്കെ ആരാ വില മതിക്കുന്നത്? അവർക്കൊരു ബഹുമാനമില്ല. അപ്പോൾ ഒരു അതിന് നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ യാതൊന്നും ചെയ്യാൻ ഒക്കെയില്ല. സോ വി നീഡ് 2 തിങ്സ്. ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, വേറൊന്ന് അറ്റ്മോസ്ഫിയറിക്കലായിരിക്കണം. നല്ലൊരു അന്തരീക്ഷം. വീട്ടിലോട്ട് കയറി ചെന്നാൽ അപ്പനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരു സന്തോഷം. നീ ഏത് കൊട്ടാരം ഉണ്ടാക്കിയാനാ, അതിനകത്ത് സന്തോഷമില്ലെങ്കിൽ കാര്യം നടക്കുമോ? അപ്പൊ അറ്റ്മോസ്ഫിയർ എപ്പോഴും കീപ്പ് ചെയ്യണം. പാസ്റ്ററൽ തിയോളജിക്കകത്ത് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകമായ കാര്യം പറയുന്നുണ്ട്. പാസ്റ്റർമാരുടെ ഭവനത്തിൽ എപ്പോഴും ക്രിസ്തീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കണമെന്നൊരു ഭാഗമുണ്ട്. സിനിമ പാട്ടും വെച്ച് അല്ലെ മറ്റു പാട്ട് വെച്ചൊന്നും ആകാൻ പാടില്ല. നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ കാറിലും നമ്മുടെ വണ്ടിയിലും എല്ലാം അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തടത്ത് ഒന്നും നടക്കുകയില്ല. അപ്പൊ ഈ കാര്യം ഓർത്തിരിക്കണം. ലെറ്റ് us have an atmosphere. എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാൽ ഒരു സന്തോഷം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ നിലയിൽ അറ്റ്മോസ്ഫിയറും അഡ്ജസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ തീത്തോസിനെ ലേഖനം എഴുതുമ്പോൾ 7 കാര്യം സഹോദരിമാരെ പഠിപ്പിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് തീത്തോസ് എന്ന സ്ഥലസഭയുടെ ബിഷപ്പിന് എഴുതിയ കത്താണ്. ആ കത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവർ ഭർതൃപ്രിയമാരായിരിക്കണം. ഈ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. അതിലെല്ലാം കമന്ററി ഇപ്പൊ പറയാൻ എനിക്ക് നേരെയില്ല. ഭർതൃപ്രിയായിരിക്കണം. തീത്തോസ് 2:4 എഴുതിയിരിക്കുന്നത്. ഭർത്താവിനോട് ഒരു വലിയ പ്ലീസിങ് പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കണം ഭാര്യ. ഭർത്താവ് വരുന്നെന്നറിഞ്ഞാൽ കതക് തുറന്ന് നോക്കി നിൽക്കുന്ന ഒരു ഭാര്യ ആയിരിക്കണം. ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ, ചെവിയിലാണല്ലോ കയ്യ്. അപ്പം വിളിച്ചു പറയാ ഞാൻ വരുന്നുണ്ട്. ഇത് വന്നാൽ കതകും തുറക്കുകയില്ല,
മുട്ടിയേ പൂവേ എന്നെല്ലാം വിളിച്ചാലും ഇവള് വരികയില്ല. അത് കെയർലെസ്നെസ് ആണ്. അങ്ങനെ ചെയ്യരുത്. ഒരു നല്ല മാനർ ഉണ്ടായിരിക്കണം. അയ്യോ ചാൻ വരുന്നുണ്ടല്ലോ, അല്ലേ വരുന്ന ഒരു സ്നേഹം, ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പറയണം. കെയർലെസ് ആയ ഒരു ഭാര്യ ഭർത്താവിനോട് ഇടപെടരുത്. അതൊക്കെ തെറ്റാണ്. അതിന്റെ കാരണം പള്ളി പറയുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ട്. പണ്ട് ഭാര്യ കഞ്ഞി കൊണ്ട കൊടുത്തു ഭർത്താവിന്, പഴയ കാലത്താണ്. അപ്പൊ ചൂടിന്റെ കൂടുതൽ കൊണ്ട് ഭർത്താവ് പറഞ്ഞാണ് ഇത് മീനച്ചൂടാണല്ലോ ഇതിനകത്തുനിന്ന്. അവളൊരു മൊത്ത വെള്ളം കൊണ്ട് കഞ്ഞിക്കകത്തോട്ട് ഒഴിച്ചേച്ച് പറഞ്ഞു മീനമാസം തന്നെയല്ല കർക്കിടക മാസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞടി കർക്കിടക മാസത്തിൽ വെള്ളം മാത്രമല്ല ഇടിയുടി ഉണ്ടടി എന്ന് പറഞ്ഞ കൊടുത്ത് നല്ല കണക്കിന്. അപ്പൊ ഇതിന് വല്ല ആവശ്യമുണ്ടോ? വായിക്കിടന്ന് നാക്ക. ഭാര്യമാര് വളരെ ശ്രദ്ധിക്കണം. വളരെ പള്ളിയിൽ ആമേൻ പറയാൻ എന്നാ സൗണ്ട് എടുക്കുന്നു, ആ സൗണ്ട് കുടുംബത്തിൽ ശബ്ദം അതിൽ കൂടുതൽ വരരുത്. പെടകൂകരുന്ന് പറയും, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. സ്ത്രീകൾ ലജ്ജാശീലരും സൗമ്യരുമായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് ഭർത്തൃപ്രിയായിരിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ തലമുടി വെട്ടുന്ന എൻ്റെ ഭാര്യ, എനിക്ക് തലയിലൊന്നും ഇല്ലെങ്കിലും എൻ്റെ തലമുടിയൊക്കെ വെട്ടുന്ന ഭാര്യയാണ്. അതിൻ്റെ കാര്യം ഇത് പണക്കൊന്നും ഉണ്ടല്ല, കാരണം ബാർബർ ഷോപ്പിൽ പോകാൻ എനിക്ക് നേരെയില്ല. രണ്ടാമത് അത്രയും കാശും ലാഭമാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 52 കൊല്ലമായി. എനിക്ക് 5 മക്കളും 12 കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും ദൈവകൃപയിലൊക്കെ അവർ വളർന്നത്, അവരെ വളർത്തിയതും. രണ്ടാമത് ഭർത്തൃപ്രിയായിരിക്കണം, പുത്രപ്രിയായിരിക്കണം. ഈ അമ്മമാരാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ ഒരാള് ഫോൺ വിളിച്ചു സ്നേഹിതനെ, എടുത്തത് മകനാ. മകന് ഡാഡി അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ചെറിയ സ്വരത്തിൽ അപ്പനോട് ചോദിച്ചു, ഞാനിവിടെ ഉണ്ടെന്ന് പറയണോ വേണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ മറ്റവനത് കേട്ടു. അപ്പൊ പിള്ളേരെ കള്ളം പഠിപ്പിക്കുക, വെറുതെ നുണ പറഞ്ഞു പഠിപ്പിക്കുക. അവൻ ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറയണോ? ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ വളർന്നു വന്നാൽ തനി കള്ളം പറയുന്നവനും ചൊവ്വില്ലാത്തവനുമാവും. അപ്പൊ അമ്മമാര് ശ്രദ്ധിക്കണം. താരാട്ട് പാടുന്ന കൈയാണ് ലോകത്തെ ഭരിക്കുന്നെന്ന് നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു. സത്യ. പുത്രപ്രിയായിരിക്കണം, ഭർത്തൃപ്രിയായിരിക്കണം, പാതിവൃത്യമുള്ള സ്ത്രീ ആയിരിക്കണം. ജീവിതത്തിൽ വിശ്വസ്തത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പാലിക്കണം. 4 സുബോധമുള്ളവളായിരിക്കണം. കിറുക്കിന്റെ എതിര് പദമാണ് സുബോധം. അപ്പോൾ മുടിയം പുത്രന് സുബോധം വന്നു. സ്ത്രീകൾക്ക് സുബോധം വേണം. നാക്കില്, വാക്കില്, എടുപ്പില്, എല്ലാത്തിലും. വസ്ത്രധാരണത്തിലെല്ലാം സ്ത്രീകൾ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടുകാര്യം നോക്കുന്നവളായിരിക്കണം, ദയുള്ളവളായിരിക്കണം, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അനുസരിക്കുക, കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അടിമയെന്നല്ല, അഡ്ജസ്റ്റബിൾ ആയിരിക്കണമെന്നേ അതിനർത്ഥമുള്ളൂ. ഭർത്താക്കന്മാരുമായി വളരെ സൗമ്യമായി പോകാനുള്ളതായ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. എതിർവാക്ക് പറയുക, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എതിര് പറഞ്ഞില്ല അടങ്ങാത്തതായ ആൾക്കാരുണ്ട്. എനിക്ക് പലരെ അറിയാം. കർത്താവിന് സ്തോത്രം. ആകയാൽ ഈ 7 കാര്യങ്ങൾ പ്രിയ റേസി അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. വളരെയധികം ക്ഷമിക്കാനും മറക്കാനും നമ്മൾ പഠിക്കണം. എല്ലാത്തിനും വാശി പിടിക്കാൻ നമ്മൾ പോയാൽ ഒരു കാര്യവും നടക്കുകയില്ല. കർത്താവിന് സ്തോത്രം. എഫേസ്യ ലേഖനം അത് വായിക്കേണ്ടവരൊന്ന് വായിച്ചാട്ടെ. ഇതിനകത്തുണ്ടല്ലോ, ആ ലിസ്റ്റിനകത്തുണ്ടല്ലോ. എഫേസ്യ ലേഖനം 5:22 മുതൽ MC അച്ചമോൻ വായിച്ചാട്ടെ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അത് പൊസിഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ദൈവം ഉണ്ടാക്കിയപ്പോൾ തല ഇവിടെ മോളി വന്നു, തല സ്ത്രീയുടെ തല പുരുഷനാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹം പലതരത്തിലുണ്ട്. പ്രണയമുണ്ട്, പ്രേമമുണ്ട്, സഹോദര സ്നേഹമുണ്ട്. ഇതിനെല്ലാം വേറെ പദങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം, കാൽവറിയിലെ സ്നേഹം. നമ്മൾ ദോഷികളായിരുന്നപ്പോൾ, കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ
അപ്പക്കെതിരായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച കാൽവറിയിലെ സ്നേഹമാണ് അഗാപ്പേ. അത് ഭർത്താവിന് ഭാര്യയോട് ഉണ്ടായിരിക്കണം. ഈ പ്രണയോ സ്നേഹോ പ്രേമോ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം. എല്ലാം മറന്ന് സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ഭർത്താവിനുണ്ടായിരിക്കണം. അതാണ് അവനുള്ള കപ്പാസിറ്റി. ഒന്നും വഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഭർത്താവായിരിക്കാനായിട്ട് ഒക്കിയല്ല. ചിലർ കല്യാണം കഴിച്ചാൽ ഉടനെ SI ആകുക. കാരണം ഉടനെ തല്ലും അടിയും ബഹളവും വലിയ സ്റ്റേഷൻ സ്റ്റൈലാ. അതൊന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത്. അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പ്രിയ സഹോദരൻ ഹനോക്ക് ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. റൈസി വീട് വിട്ട് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു, അവൾക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയുന്നത് വീട്ടിൽ ആളില്ലാത്തതിന് ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചെന്നാ. അതിന് പരസ്യം കൊടുത്ത ആയമാരെ കിട്ടും. അതിനല്ല കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് എൻ്റെ ബെറ്റർ ഹാഫ്, എൻ്റെ പങ്കാളിയെ ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുന്ന ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ അവകാശങ്ങളെല്ലാം അവൾക്ക് കൊടുക്കണം. അവൾ അവരുടെ അടിമയായിട്ട് മറ്റുള്ളവർക്ക് അടിമയായി തീരാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഏൽപ്പിച്ചു കൊടുക്കണം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപകടപ്പെട്ടാൽ നമ്മുടെ ശരീരം തപ്പാനേ നമ്മൾ നോക്കൂ. അങ്ങനെ ചെയ്യരുതെന്നാ. ആദ്യം അവൾക്ക് വേണ്ടി മുൻഗണന നീ കൊടുക്കണം. സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാണ്. യെസ്, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഡത്തെ ഒരു നാളും വഹിച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തി എത്രയെ ചെയ്യുന്നത്. പോറ്റുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്ന, പുലർത്തുക എന്ന് പറഞ്ഞാൽ മാനസിക സന്തോഷം കൊടുക്കുന്ന. ഒരു മാനസിക സന്തോഷം ഇല്ലാത്ത വീട്ടിൽ സഹോദരിമാരിന്ന് കരയുന്നു. ഈ സ്ത്രീകളെ ഒരുപാട് കരയിപ്പിക്കുന്ന വീടുകളിൽ അനുഗ്രഹം ഉണ്ടാകുകയില്ല എന്നാണ് ഹൈന്ദവ ശാസ്ത്രം. ആട്ടെ, ഭാരതീയരായ നമുക്ക് സ്ത്രീകളുടെ കണ്ണുനീര് വീട്ടിൽ വീഴിക്കരുത് എന്നാണ് അവർ പറയുന്നത്. വേദവസ്തു അത് തന്നെയാണ് പറയുന്നത്. തെറ്റായ കാര്യമല്ല. സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം, അവളെ പോറ്റണം, അവളെ പുലർത്തണം. അവളെ മാനസികമായി പീഡിപ്പിച്ച് പിരാകാൻ ഇടയാകരുത്. ഇവന്റെ കൂടെ വന്നല്ലോ എന്ന് പറഞ്ഞ് ഇടയാകരുത്. വായിച്ചാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. റൈസി എല്ലാം വിട്ട് ഹാനോക്കിനോട് ചേരുമ്പോൾ ഹാനോക്ക് എല്ലാം വിട്ട് ഭാര്യയോട് ചേരണം. ഇതുവരെ അപ്പന്റെ അമ്മയുടെ കീഴിൽ വളർന്നു. മേലാൽ നിങ്ങൾ വേറൊരു ലൈനിലേക്ക് വരണം. അപ്പന്റെ അമ്മ ഇത്രയും വളർത്തി, നിങ്ങളെ മാന്യമായി വളർത്തി. ഇനിയും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ മൂന്നാമതൊരു പങ്കാളി അതിന്റെ ഇടയിൽ വരാൻ പാടില്ല. ദൈവം പിശാച് ആദാമിന്റെ ഔവ്വയുടെ ഇടയിൽ വന്നതാണ് വഴക്കിന്റെ കാരണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം, ഞാൻ, എൻ്റെ ഭാര്യ, അതുകൊണ്ട് അപ്പനെ അമ്മയും വിട്ടുകളയാനല്ല. ആ ഒരു പ്രമാണം കാത്തില്ലെങ്കിൽ ഈ വരുന്ന സ്ത്രീക്ക് അവിടെ യാതൊരു സുരക്ഷിതത്വവും കാണുകയില്ല. സ്ത്രീ പീഡനത്തിന് 10,000 രൂപയും ശിക്ഷയും 2 കൊല്ലം തടവുമാണ് ഇന്ന് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. കാരണം സ്ത്രീകൾ അവഹേളിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ കാലത്ത് സ്ത്രീകൾ അവഹേളിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ കൂടെ സ്ത്രീകൾ യാത്ര ചെയ്ത് സുവിശേഷം പറയാൻ അനുവദിച്ചത്. കർത്താവാണ് അവരുടെ നിന്ന മാറ്റിയത്. സ്ത്രീയെ അവഹേളിക്കാൻ പാടില്ല, അവരെ ആദരിക്കണം. വായിച്ചാട്ട് ഇതൊരു മർമ്മമാണ്. പറയുന്നത് മതി. വേറൊരു ഭാഗം ഇവിടെ വായിക്കാനുള്ളത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 3:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലൊന്ന് വായിച്ചു. പത്രോസ്ലീഹ ഭാര്യമാരോട് പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യമാരെന്ന് വിളിച്ചാണ് എല്ലാവരും പറയുന്നത്. അത് കാരണം സ്ത്രീയാണ് ലംഘനത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ടാണ് ഭാര്യമാരെ വിളിക്കുന്നത്. വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങൾ നിർമ്മലമായ നടപ്പെ കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാർ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാ. വചനം കൊണ്ട് വീണ്ടും ജന്മം ഉണ്ടാവുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഭാര്യയുടെ നടപ്പ് വേറൊരു വചനമാണ്. അത് കണ്ടുകൊണ്ട് ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെടും. അത് ആദ്യ സഭയുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ ഇടയാവും. യെസ്, നിങ്ങളുടെ അലങ്കാരം. ഒരു ക്രിസ്തീയ വനിതയുടെ ഡെക്കറേഷൻ എങ്ങനെയായിരിക്കണമെന്ന് സ്ലീഹന്മാരിൽ തലവനായ പത്രോസ് പറയുകയാണ്. ഒരു സ്ത്രീയുടെ അലങ്കാരം എന്തായിരിക്കണം? ഒരു ക്രിസ്തീയ വനിതയുടെ അലങ്കാരം എന്തായിരിക്കണം? അത് ഒന്ന് തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും
വസ്ത്രം ധരിക്കുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. മതി. പൊന്നണിയുന്നതിനെ കുറിച്ച് പെന്തക്കോസ്തുകാരല്ല പഠിപ്പിച്ചത്. വിശുദ്ധ കന്യാമറിയാമിന്റെ ഫോട്ടോ കോടിക്കണക്കിന് ലോകത്തിലുണ്ട്. കലാകാരന്മാർ വരച്ച ചിത്രമാണ്. ആ ഒരു ഫോട്ടോയിൽ, മാതാവിന്റെ ഫോട്ടോയിൽ, ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്കകത്ത് മാതാവിന്റെ കഴുത്തേൽ ഒരു ചരടോ ഒരു സ്വർണ്ണമാലയോ കിടക്കുന്നതായിട്ട് വരച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ശവശരീരം ഇറക്കി അവന്റെ വസ്ത്രം മാറ്റിയപ്പോൾ ഒരു മോതിരോ അരിഞ്ഞാണോ എടുത്തെന്ന് അതിനകത്തില്ല. കാരണം നസീർ വ്രതക്കാരനായ ക്രിസ്തു, അല്ലെങ്കിൽ റബിയായിരുന്ന ക്രിസ്തു, അത് അപ്പോസ്തോലിക സഭയിലും യഹൂദന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള അലങ്കാരങ്ങളെ നിഷേധിച്ചിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയല്ല. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഉപദേശമായിട്ടല്ല. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, പൊന്നണിയുന്നതും ഡെക്കറേറ്റ് ചെയ്ത മുടികളും വിലയേറിയ വസ്ത്രങ്ങളും ഇങ്ങനെയല്ല, പിന്നെ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യനാൽ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. സാറായെയാണ് അതിന് മാതൃക വെച്ചിരിക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് പട്ടാപ്പകല് ഉച്ചയ്ക്ക് കയറി വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, അകത്ത് വന്നേ. തണുപ്പിക്കുന്ന അബ്രഹാം ഭക്ഷണം കൊടുത്തു. സാറായോട് പറഞ്ഞു, മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. 75 വയസ്സായ സാറായിക്ക് വേണേ പറയാമായിരുന്നു, നിങ്ങൾക്ക് ബോധമുണ്ടോ വഴിയാ വരുന്നവരെല്ലാം ഇവിടെ കയറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് സഹിച്ച് ആ 3 കഴി മാവ് ഉണ്ടാക്കി വേലക്കാരനോട് പറഞ്ഞു ഒരു കാളയർത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ. അവിടെയും ഹാർമണിയാണ്. ആ കുടുംബത്തിൽ ഹാർമണിയാണ്. അബ്രഹാം തണുപ്പിക്കുന്ന അബ്രഹാം, സാറ കൊടുക്കുന്ന അബ്രഹാം, സാറ. അതുപോലെ വേലക്കാരൻ അനുസരിക്കുന്ന കുടുംബം എപ്പോഴും ഒരു ഹാർമോണിയസ് കുടുംബമാണ്. ലോത്തിന്റെ കുടുംബമോ ഭാര്യ ഭർത്താവിനെ തട്ടിക്കൊണ്ട് സോതോമിൽ പോയി, പിള്ളേരെ കന്നുകാലികളെ വളർത്തേണ്ട സ്ഥലത്ത് പിള്ളേരെ കൊണ്ട് വളർത്തി, അവിടുന്ന് നശിച്ചു. അത് 2 സാദൃശ്യമാണ്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവീൻ. അപ്പൊ അബ്രഹാമിന്റെ കുടുംബം മാതൃകയാണ്. കനാനിൽ ചെന്നെങ്കിലും വീട് ഇവിടെയല്ല എന്ന് പറഞ്ഞയാളാണ്. അപ്പൊ ഭാര്യമാര് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറ അനുസരിച്ചിരുന്നു. സാറായിൽ നിന്ന് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യേശുക്രിസ്തു. അപ്പൊ നല്ല അമ്മമാരിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ് മുഴുവൻ പിഴച്ച പെശകായ കുടുംബങ്ങളിലെ ആൾക്കാരാണ് ജയിലിൽ കിടക്കുന്നത്. ചരിത്രം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മമാര്, സ്ത്രീകള്, സഹോദരിമാര് മക്കളെ നന്നായി വളർത്താൻ പഠിപ്പിക്കണം. ഈ UKG-യിലും LKG-യിലും അല്ല മര്യാദ പഠിപ്പിക്കേണ്ടത്, നമ്മുടെ വീട്ടിലാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും കളവ് പറയരുതെന്ന് പറയാനും മോഷ്ടിക്കരുതെന്ന് പറയാനും എല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. ഈ താരാട്ട് പാടുന്ന കൈയുണ്ടല്ലോ അമ്മ, അമ്മയുടെ ഗുണമാ അതെല്ലാം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വായിക്കാം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച്, സാറായി അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. ആ വിശ്വാസത്താൽ സാറായുടെ മക്കളായി നിങ്ങൾ തീരും. അടുത്തത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളോടുള്ള ഒരു പ്രബോധനമാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. അത് ഓർത്തോണേ. കുഴപ്പമുണ്ടാകുന്നതിന്റെ കാരണം പ്രാർത്ഥനയില്ലായ്മയാണെന്നാ പറഞ്ഞത്. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ അനർത്ഥങ്ങളും അതേ എല്ലാം കൊണ്ട് പിശാച് വിതയ്ക്കും. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. വലിയ വീടില്ലേലും ഒന്നും കുറ്റമൊന്നുമില്ല, അതിനൊന്നും അത്ര അത്യാവശ്യമൊന്നുമില്ല. ജീവിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ പണിയുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ നിങ്ങളുടെ വായിച്ചു. വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. 1 കൊരിന്ത്യർ 7:2 കൂടെ വായിച്ച് ആ ഭാഗം ഇപ്പോൾ അവസാനിപ്പിക്കാം. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. വിവാഹത്തിന്റെ ഒരു ആവശ്യം തലമുറകൾ നിൽക്കാനാണ്. വിവാഹത്തിന്റെ വേറൊരു ആവശ്യം ദുർനടപ്പുണ്ടാകാതിരിക്കാനാണ്. അതായത് തെറ്റായ വഴികളിൽ പുരുഷൻ സ്ത്രീയും പോകാതിരിക്കാനാണ്. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭർത്താവും ഭാര്യയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ജീവിക്കാൻ ദൈവം അനുവാദം കൊടുത്തെങ്കിൽ അതിനെതിരില്ല. എന്നാൽ വിവാഹം വിലക്കാൻ പാടില്ല. ഭാര്യയുടെ കൂടെ ജീവിച്ചാൽ അത് അശുദ്ധമാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തോടുകൂടുന്ന ഹനോക്ക്, പത്രോസ്
അതേ ഈ മോശ ഇവരെല്ലാം കല്യാണം കഴിച്ചവരായിരുന്നു. കല്യാണം കഴിക്കുന്നത് അശുദ്ധമാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ദുർനടപ്പുണ്ടാകാതിരിപ്പാൻ ഓരോരുത്തരും ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കണം. ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അതുപോലെ അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യമാക്കത്തിന്റെ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതത്തിന് നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് ചേർന്നിരിപ്പിൻ. ഇവിടെ ശ്രദ്ധിക്കുക, കൈമാറുക, ശരീരം കൈമാറാൻ പോവുകയാണ്. റൈസിയുടെ ശരീരം ഹാനോക്കിനും ഹാനോക്കിന്റെ ശരീരം റൈസിക്കും കൈമാറുക. ഇതുവരെ ഇത് ഫ്രീ ആയിരുന്നു. കൈമാറിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിനുള്ള അധികാരം അവൾക്കാണ്. അവളുടെ ശരീരത്തിന്മേൽ ഇവനാണ് അധികാരം. ഈ ലേഖനം എഴുതുന്ന കാലത്ത് അന്നത്തെ അവസ്ഥയുടെ ഒരു ഭാഗമാണ് അത് ചേർത്തിരിക്കുന്നത്. സ്ത്രീക്ക് ഇഷ്ടം പോലെ നടക്കാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം എൻ്റെ ഭർത്താവിൻ്റെതാണ്, ഭർത്താവിൻ്റെ ശരീരം എൻ്റെതാണ്. രാത്രി 12 മണിക്ക് ഭർത്താവ് കയറി വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും സമയം? നീ ആരാടി ചോദിക്കാൻ? എനിക്കിഷ്ടം പോലെ പോകാം. എന്നാൽ ഭാര്യ രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് കയറി വന്നാലോ? നീ സമ്മതിക്കുമോ? ഇല്ല. അപ്പം അതുപോലെ തന്നെ ആ ഫീലിംഗ് അവർക്ക് കൊണ്ടെന്ന് ഓർത്തിരിക്കണം. ഒരിക്കലും ഭാര്യയുടെ സമ്മതം കൂടാതെ ഒരു ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ ഭാര്യയും ഒരു കാര്യത്തിൽ ഇടപെടരുത്. ഒരു വീട് പണിയാണേലും ഭാര്യയോട് ചോദിക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാര്യ പല അഡ്വൈസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് പല കുഴപ്പങ്ങളിലും ചാടാതെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയായത് നല്ലതെന്ന് പറയും. ഭാര്യ ഭർത്താക്കം ആലോചിച്ചേ ചെയ്യാവുള്ളൂ. ഞാനാണ് ബോസ്, ഓൾ ഇൻ ഓൾ ഞാനാണെന്നൊരു ധാരണ വരരുത്. ഹാവ് എ ടോക്ക്, എ നൈസ് ടോക്ക്. അങ്ങനെ ചെയ്താൽ അത് നന്നായിരിക്കും. ഭാര്യയും ശരീരം കൈമാറിക്കഴിയും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ കർത്താവിടെയാകട്ടെ. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ട് നിരാശപ്പെട്ടവരുണ്ട്, പരാജയപ്പെട്ടവർ കാണാൻ കഴിക്കാനിരിക്കുന്നവരുമുണ്ട്. അവരോടെല്ലാം ഒരു കാര്യം പറയാം. ഇന്നത്തെ നമ്മുടെ ഈ തലമുറയിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവന്റെ എല്ലാം മേലെ ശിക്ഷയും ശാപവും ന്യായവിധിയും ഉണ്ടാവും. ഇസ്രായേലിലെ മിസ്രൈമിൽ പെസഹായും ചോരത്തളിയും ആചരിച്ച് ജനം വിടുവിക്കപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നാം പ്രാപിക്കണം. ഈ കല്യാണം ഒരു നിഴല് മാത്രമാണ്. ഞങ്ങളുടെ തൊഴിൽ കല്യാണം നടത്തല്ല, സുവിശേഷ പ്രസംഗ. പിന്നെ അതിനിടെ കല്യാണം നടത്തുവന്നേ ഉള്ളൂ. രക്ഷിക്കപ്പെടണം, ബൈബിള് വായിക്കണം. ഇത് ദൃശ്യമായ ക്രിസ്തുവാണ് ബൈബിൾ. അതിൻ്റെ പേജിൽ മറഞ്ഞിരിക്കുന്ന യേശുവുണ്ട്. ബൈബിൾ നന്നായി വായിക്കണം. 2, പ്രാർത്ഥിക്കണം. 3, നിങ്ങൾ സത്യത്തിലും ആത്മാവിലുള്ള ഒരാരാധനയിൽ പങ്കുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് വിടുതലുണ്ടാകണമെങ്കിൽ രോഗശാന്തിയോ അതേ ശാരീരികമായോ ഭൂതശാന്തിയോ ഏത് കാര്യത്തിലും ഇത് പരിശുദ്ധ ആത്മാവിൻ്റെ യുഗമാണ്. മനുഷ്യനെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. കർത്താവിന് സ്തോത്രം. കുടുംബജീവിതം പിന്നെ പ്രത്യേകം പറയേണ്ട. കർത്താവ് നയിക്കും, കർത്താവ് നടത്തും. ആ വലിയ വിവാഹത്തിനായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പിരിയും. എന്നാൽ നിത്യയുടെ തുറമുഖത്ത് നാം ഒരുമിച്ച് കാണണം. അതുകൊണ്ട് ആ ആത്മപുരുഷനായ കർത്താവിന് കൈ കൊടുക്കണം. അങ്ങനെ കൈ കൊടുത്ത് എൻ്റെ ആത്മ മണവാളൻ യേശു എന്ന് നീ പറഞ്ഞിരിക്കണം. ഇത് എവിടെയാണെന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തനിയെ വന്നു, തനിയെ പോകും, തനിയെ നിൽക്കേണ്ടി വരും. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു വേർപെട്ട ആരാധനയിൽ പങ്കുകൊണ്ടാൽ ഇന്നത്തെ പ്രശ്നങ്ങളുടെ നടുക്ക് മക്കളും നന്നാകും, എല്ലാം നന്നാകും. ദൈവമില്ലാത്തവനായി ജീവിച്ച് നീ ഈ ഭൂമിയിൽ അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിനോട് നിത്യതയിൽ കാണുന്നതാണ്. അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. കുഞ്ഞാട്ടിൻ കല്യാണ ദീനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു
സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് അക്കുത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാം മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക്. നമ്മുടെ സഭയുടെ നിയമം അനുസരിച്ചും ഗവൺമെന്റ് നിയമം അനുസരിച്ചും വിവാഹം നടത്തുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയരേഖയെക്കുറിച്ച് വായിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആ വിവാഹ നിശ്ചയരേഖ വായിക്കുകയാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം താലൂക്കിൽ വേളൂർ മൂലേപ്പറമ്പിൽ വീട്ടിൽ ശ്രീ പി കെ കുര്യന്റെയും ലേറ്റ് ഗ്രേസി കുര്യന്റെയും മകൻ ഹനോക്ക് കുര്യൻ എന്ന ഈ യുവാവും എഴുന്നേറ്റ് നിൽക്കാം. ഹനോക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം താലൂക്കിൽ വിജയപുരം വില്ലേജിൽ പുത്തൻ വീട്ടിൽ ശ്രീ ടി രാജുവിൻ്റെയും സാറാമ്മ രാജുവിൻ്റെയും മകൾ ടൈസി രാജു എന്ന ഈ യുവതിയും എഴുന്നേറ്റ് നിൽക്കാം. ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്ന ശേഷം വിവാഹം നടത്തി കൊടുക്കണ്ട എന്ന് ആരും ഒപ്പോസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ വിവാഹം നടത്തി കൊടുക്കുവാനായി പോവുകയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്വർഗീയ മാലാഹമാരുടെ സാന്നിധ്യവുമുള്ള ഒരു സദസ്സാണ് ഈ വിവാഹം. അതിനെ സാക്ഷി വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദരവായി ഈ സമയം എഴുന്നേറ്റ് നിൽക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഹനോക്കിനോട് ഞാൻ ചോദിക്കുകയാണ്, വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഏതെങ്കിലും കാര്യമുണ്ടോ? റൈസിയോടെ ചോദിക്കുകയാണ്, വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ ഏതെങ്കിലും കാര്യമുണ്ടോ? ഹാനോക്കിനോട് ചോദിക്കുകയാണ്, നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന റൈസി എന്ന യുവതിയെ ഇന്നു മുതൽ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ മനസ്സാണോ? റൈസിയോട് ചോദിക്കുകയാണ്, ഹനോക്ക് എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ മനസ്സാണോ? അങ്ങനെ നിങ്ങൾ തമ്മിൽ അതേ സമ്മതിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ വലതുകരങ്ങളെ തമ്മിൽ കൊടുത്തുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന ഉഭയസമ്മത വാചകങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ടതാണ്. Praise God. Jesus, we thank you, Father. Hallelujah. കർത്താവേ, നന്ദിയോട് സ്തോത്രം. ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വമാരെ സംയോജിപ്പിച്ച സർവശക്തനായ കർത്താവിനാൽ ഹനോക്കും റൈസിയും സംയോജിക്കപ്പെടുമാറാകട്ടെ. ഹനോക്ക് ആകുന്ന ഞാൻ, റൈസി ആകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം തരുന്ന ഏത് പരിതസ്ഥിതിയിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഏത് അവസ്ഥയിലും നിന്നോട് മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിക്കാമെന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി വെച്ച് ദൈവസഭയുടെ നടുവിൽ ഇന്ന് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം തരുന്ന ഏത് പരിതസ്ഥിതിയിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ഏതവസ്ഥയിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിക്കാമെന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി വെച്ച് ദൈവസഭയുടെ നടുവിൽ ഞാൻ ഇന്ന് അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു.
സമാധാനമേ സ്വർഗസ്ഥനേ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ദൈവം സംയോജിപ്പിച്ച നാൾ, നല്ല നാൾ, നല്ല നാൾ, ദൈവം സംയോജിപ്പിച്ച നാൾ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നല്ല ദൈവവുമായുള്ളവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, വിശുദ്ധ കരങ്ങളെ കൊടുത്ത് ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്ന ഹനോക്കിനും റൈസിക്കുമായി പ്രാർത്ഥിക്കുന്നു. ആദാമിന്റെ കരങ്ങളിൽ ഹൗവായി അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനോട് സാറയെ അനുഗ്രഹിച്ച ദൈവം, ബോവസിനോട് റൂത്തിനെ അനുഗ്രഹിച്ച ദൈവം, അഖിലാവോട് പ്രിസിലെ അനുഗ്രഹിച്ച ദൈവമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഉത്തമനായ ഒരു മണവാളൻ ഉണ്ടായിരിക്കേണ്ട സകല സൽഗുണങ്ങളും, ഉത്തമയായ ഒരു മണവാട്ടിക്കുണ്ടായിരിക്കേണ്ട സകല സൽഗുണങ്ങളും നീ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് പോരായ്മ മാറ്റിയ കർത്താവ്, അതേ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മ്ലാനത മാറ്റിയ കർത്താവ്, അവരുടെ മ്ലാനതകളെയും പോരായ്മകളെയും മാറ്റി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവി, നിന്റെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായ തലമുറകളെയും സന്തോഷമുള്ള കാലങ്ങളെയും നീ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുമെന്നുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ രാജ്യത്തിൻ്റെ പ്രസിദ്ധീകരണത്തിനും അതിൻ്റെ കെട്ടുപണിക്കും അവരെ നീ ഉപയോഗിക്കണമേ. അവരുടെ ഇരുട്ടിൽ നീ വെളിച്ചമായിരിക്കണമേ. അവരുടെ ദാരിദ്ര്യത്തിൽ അങ്ങ് സമ്പത്തായിരിക്കണമേ. അവരുടെ രോഗത്തിൽ അങ്ങ് വൈദ്യനായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്ന പോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന്മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹനോക്കും റൈസിയും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖത്തിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖത്തിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ ദമ്പതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകത്തെ മംഗളങ്ങൾ മേൽമേലായി. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. ദൈവമേ, പ്രിയപുത്രന്റെ വലിയ നാമത്തിൽ ദൈവസഭയുടെ നടുവിൽ വെച്ച് പരസ്പര ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അദൃശ്യമാർന്ന കരം അവരുടെ മേൽ വയ്ക്കുകയും സ്വർഗീയമായ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുകയും ചെയ്യുമാറാകണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ഹനോക്കിനായി അങ്ങ് സ്തുതിക്കുന്നു. ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമാകുന്ന ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ നന്മകൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രിയ റൈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ഉത്തമ കുടുംബജീവിതം നയിക്കേണ്ടതിന് ആവശ്യമാകുന്ന എല്ലാ നൽവരങ്ങളും അവളുടെ മേൽ അവിടുന്ന് പകരുമാറാകണമെന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഉത്തമ കുടുംബജീവിതം നയിച്ച്
ദൈവനാമത്തിന് മഹത്വവും സമൂഹത്തിന് നന്മയുമായി തീർന്ന വിശുദ്ധ പിതാക്കന്മാരുടെ കുടുംബങ്ങളെ പോലെ ഈ കുടുംബം ദൈവനാമത്തിന് മഹത്വമായി സമൂഹത്തിന് നന്മയായി തീരുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീർന്ന അക്കുലാവിനെയും പ്രിസ്കിലെയും പോലെ ഈ കുടുംബം ദൈവസഭയ്ക്ക് മഹത്വമായി അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കേണ്ടെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ സിയോൻ പ്രയാണത്തിൽ അവിടുന്ന് അവരോട് കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടുന്ന നല്ല ആലോചനകൾ നൽകി അവരെ വഴി നടത്തുമാറാകണമേ. ഈ കാറും കോളും നിറഞ്ഞ ലോക സമുദ്രത്തിൽ അവരുടെ ജീവിത പടകിന്റെ അമരക്കാരനായി അവിടുന്ന് തന്നെ ഇരുന്ന് അവരെ ശുഭ തുറമുഖത്തേക്ക് നയിക്കുമാറാകണമേ. മീതെ ഉയരത്തിലെ ആത്മീയ നന്മകളാൽ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. താഴെ ഭൂമിയുടെ സൽഫലങ്ങളാൽ അവരെ മാനിക്കുമാറാകണമേ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് ഇവരെ കുറിച്ചും പറഞ്ഞ് ദൈവത്തിന് മഹത്വം കരറ്റത്തക്ക വിധത്തിൽ ഇവരുടെ കുടുംബജീവിതം അനേകർക്ക് മാതൃകയായി ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ഇരു കുടുംബങ്ങൾക്ക് നന്മയായി തീരുവാനിടയാകേണ്ടതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരെ അനുഗ്രഹ വിഷയമായിരിക്കാനിടയാക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹനോക്ക് എന്ന ഈ യുവാവും റൈസി എന്ന ഈ യുവതിയും വിശുദ്ധ വിവാഹത്താൽ ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നു എന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ദൈവസഭയുടെ നടുവിൽ ഞാൻ പ്രഖ്യാപനം ചെയ്യുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പുതിയ കുടുംബം കൂടെ സംജാതമായത് സന്തോഷം കൊണ്ട് നമുക്ക് അവരെ കൈയടിച്ച് അനുമോദിക്കാം. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. 128 സങ്കീർത്തനം ആശംസയായിട്ടും കൂടെ വായിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ.
ഈ വലിയ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തി കടന്നു വരികയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ആശംസിക്കുകയും ചെയ്ത നിങ്ങളുടെ വലിയ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുത്ത ക്രിസ്തുവിൽ പ്രസിദ്ധനായ IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KM ജോസഫ് അവറുകൾ, അതുപോലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പാസ്റ്റർ KC ചെറിയാൻ അവറുകൾ, പാസ്റ്റർ KE തോമസ് അവറുകൾ, പാസ്റ്റർ സജീവ് മാത്യു അവറുകൾ, പാസ്റ്റർ MJ വർഗീസ് അവറുകൾ, പാസ്റ്റർ ഫിലിപ്പ് കുര്യാക്കോസ് അവറുകൾ, പാസ്റ്റർ AT ജോർജ് അവറുകൾ, പാസ്റ്റർ BS ജോൺസൺ അവറുകൾ, അതുപോലെ പാസ്റ്റർ AA ഫിലിപ്പോസ് അവറുകൾ, അതുപോലെ PYPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന റവറൻ VP ഫിലിപ്പ് അവറുകൾ, ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർ, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹിതർ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സംഗീതം ആലപിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാർ, ഈ ശുശ്രൂഷയെ എത്രത്തോളം ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞങ്ങളുടെ നന്ദിയും ഞങ്ങളുടെ സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ വളരെ നന്ദി പറയുന്നു. പാസ്റ്റർ PT അലക്സാണ്ടർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KM ജോസഫ് അവറുകൾ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങളാൽ യോജിപ്പിച്ചത് അനുഗ്രഹമായി ഇവിടെ നടക്കുവാൻ സ്വർഗമിടയാക്കിയതിനാൽ സ്തോത്രം. വന്ന നിമിഷം ഇതുവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കർത്താവ് ശക്തിയിലും ആ പുത്രന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ നിന്റെ മകനെ അവിടുന്ന് ശക്തീകരിച്ചതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾക്ക് നൽകി തന്ന നിന്റെ ദാസന്മാർക്കായി സ്തോത്രം. പ്രത്യേകാൽ കർത്താവെ ഈ ശുശ്രൂഷ ആശീർവദിപ്പാൻ അങ്ങയുടെ വിലയേറിയ ഭൃത്യൻ പാസ്റ്റർ KM ജോസഫിനെ അവിടെ ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആരോഗ്യനെയും പ്രീതിയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ ജീവിതത്തിൽ ഇത്രത്തോളം നല്ലവനായി അവരെ നടത്തിയതിന്റെ കൃപകൾക്കായി സ്തോത്രം. ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന കർത്താവ് അവരുടെ വിശുദ്ധമായ കുടുംബജീവിതം ദൈവത്തിന് സ്തോത്രം അങ്ങയോട് ചേർന്ന് ജീവിതത്തിന്റെ അന്ത്യത്തോളം മുന്നേറുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കാൻ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളും നിന്റെ കൃപ അവിടുന്ന് പകരണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർ ദൈവജനം എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കർത്താവിന്റെ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിന്റെ കൃപയെ ഞങ്ങളെ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തുടർന്ന് ഇവിടെയാക്കണമേ. പ്രിയപുത്രനെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും നിന്റെ വരവരെ നീക്കമുണ്ടായിരിക്കുമാറാകട്ടെ. This is the day that the Lord hath made, and I'm so glad He made you. With each rising sun, you are here by my side. You are more than a dream come true. Oh, to have you
എസ്റ്റേറ്റിന്റെ എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കുന്ന ഹാനോക്കിനും റൈസിക്കും കോട്ടയം സോണൽ PAPയുടെ നാമത്തിലുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. ഞങ്ങൾക്ക് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു തികഞ്ഞ ആത്മീയ നേതൃത്വം ഞങ്ങളുടെ പ്രവർത്തനത്തിന് കാഴ്ചവെക്കുവാന് ദൈവം തന്നെ കൊണ്ട് ഈ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തന്നോട് ചേർന്നിരിക്കുന്നതായ പ്രീസിയും വരും കാലങ്ങളില് സുവിശേഷത്തിന് ഒരു വലിയ മുതൽകൂട്ടായി തീരുവാന് അവരൊന്നിച്ച് കോട്ടയത്തിലല്ല അവരെ ആക്കി വെക്കുന്നിടത്തെല്ലാം യേശുവിന്റെ സാക്ഷ്യമുള്ളവരായി നിലനിൽക്കുവാന് ദൈവം അനുഗ്രഹിക്കട്ടെ. സോണൽ PAPയുടെ ഉപഹാരം ഇപ്പോൾ ഞങ്ങളുടെ സോണൽ ട്രഷറിയിരിക്കുന്ന സിബി ഇപ്പോൾ നൽകുന്നതായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥിയായിട്ട് കോളേജിൽ പഠിക്കുന്നതായ സമയത്താണ് ഹാനോക്കിനെ ഞാൻ പരിചയപ്പെടുന്നത്. വളരെ സൗമ്യവും അതോടൊപ്പം തന്നെ വളരെ ശാന്തശീലനുമായ ഒരു കൗമാരക്കാരൻ ചില വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ആത്മീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നതായ ഒരു കാഴ്ച വളരെ ശ്രദ്ധേയമായിരുന്നു. തിരുവചനത്തില് അധികം വാക്കുകളില്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പരിമിതമായ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം വളരെ ശ്രേഷ്ഠമാക്കുന്നുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത്. പ്രിയ ഹാനോക്കും റേസിയും ചേർന്നുള്ളതായ കുടുംബജീവിതം ദൈവത്തോട് ഒരുമിച്ച് നടക്കുന്ന ഒരു കുടുംബജീവിതമായി മറ്റുള്ളവർക്ക് അത് മാതൃകയായി തീരുവാൻ സർവശക്തനായ ദൈവം ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്റർ കോളേജ് പ്രേ ഫെലോഷിപ്പിന്റെ എല്ലാ അനുമോദനങ്ങളും ഈ അവസരത്തിൽ ഈ കുടുംബത്തിന് ഞാൻ നേരുന്നു. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അതിലുപരി കോട്ടയം സോണലിന്റെ പ്രസിഡന്റും ഇല്ലീഗൽ സഭയുടെ വൈസ് പ്രസിഡന്റുമാണ്. ഈ സമയം അദ്ദേഹത്തിന് ദൈവം സർവ്വവിധ മംഗളങ്ങളും നേരട്ടെ, അനുഗ്രഹമായ ഭാവി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ PAPയുടെ ഒരു ഉപഹാരം സമർപ്പിക്കും. എന്നോടൊപ്പം വളരെ കൊച്ചുനാൾ മുതൽ കൈപിടിച്ച് നടന്ന ഹാനോക്കിന്റെ വിവാഹം മറ്റാരേക്കാളും എനിക്ക് ആനന്ദം പകരുന്നതാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഈ ആനന്ദ ജീവിതത്തിന് ഐശ്വര്യസമ്പൂർണമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
against our emotions that run down the sides of your face. Wish I could change this moment to another time and place. Nothing you say can move me. I've chosen the road that I'm on. I have to join the fight for freedom until the war is won. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Someone will always hear you, care about you when you cry. But no one can hear my heart is breaking as I say goodbye. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. You've got to settle some God. You've got to settle some God. You've got to settle some God. When he rolls up to sleep, see, just putting on the Reds. God is an awesome God. There is thunder in his fits, but lightning in his fits. God is an awesome God. For the Lord wasn't joking when he took my defeat. There wasn't for no reason that he shed his blood. His time is very soon, so you better be believing that our God is an awesome God. Our God is an awesome God. He reigns. Remember about heavens, the power and love. Our God is an awesome God. Our God is an awesome God. He reigns. Remember about heavens, the power and love. Our God is an awesome God.
is an awesome God. He reigns around the velvet bed. Down power and love, our God is an awesome God. Our God is an awesome God. He reigns around the velvet bed. Down power and love, our God is an awesome God. Our God is an awesome God. Our God is an awesome God. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതിനെ പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിശ്രുതനും ആയിരിക്കാം. നമുക്ക് തലകൾ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പകൽക്കാലത്തെ ശുശ്രൂഷയിലെല്ലാം കൂടെയും സന്തോഷത്തോടെ അതിനുശേഷം ഈ ഭവനത്തിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് സാവകാശത്തെ ഒരുക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നു മുതൽ പ്രിയ ഹാരൂക്കും പ്രിയ റേസിയും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ദൈവത്തെ തുടർന്ന് ധാരാളമായി അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി മാതൃകയായിരിക്കാൻ ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാ ബന്ധുമിത്രാദികളെയും ഇത്രത്തോടെ ദൈവ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയും സഹായിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കരങ്ങളിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗ്ഗപിതാവേ, വീണ്ടും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരും. ഞാൻ യഹോവയെ എല്ലാ കാലത്തുമായിട്ടും അവന്റെ സ്തുതി എപ്പോഴും എന്നെ നാവിൽ മേലിരിക്കും. കർത്താവേ, ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എന്റെ എല്ലാ കൃപകളെയും നന്മകളെയും ഓർത്ത് ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യും. വിശേഷിച്ചും കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി പ്രിയ ഹാനോക്കും റേസിയും അവർക്ക് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക ഇന്ന് പകൽ ദൈവമിടയാക്കിയതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു. തുടർന്ന് അവർ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആരംഭിച്ച് പണിയപ്പെടുന്ന അവരുടെ ക്രിസ്തീയ കുടുംബം ആമേൻ അനേകർക്ക് അനുഗ്രഹവും ഈ ദേശത്തിന് ഒരു മാതൃകയുമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വൽകാരുടെ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വൽകാലം നടന്ന ശുശ്രൂഷയിലെല്ലാം കൂടെയിരുന്നു, റിസപ്ഷനിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വാഹന യാത്രകളിൽ ഒക്കെയും ദൈവത്തിന്റെ പരിപാലനം അനുഭവിപ്പാനിടയായി. വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഭവനത്തിൽ കടന്നു വന്ന് ഒരുമിച്ച് സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. എന്റെ കൃപയുടെ കരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, ഭവനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. കടന്നു പോകുന്ന കർത്താവെ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ശിഷ്ടമുള്ള എല്ലാ സമയങ്ങളിലും നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടും മടക്കയാത്രയോടും കൂടെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ പ്രത്യക്ഷതവരെയും ഉണ്ടായിരിക്കുവാനാകട്ടെ. Wake me up when your heart needs company. You can take my hand, when you feel lonely. Turn to me when you need someone to lean on. I will be there for you to hold